ഒരു സന്തോഷ വർത്തമാനം സാറിനുണ്ട്. മേനോൻ സാറിന് ഒരു കുഴപ്പമില്ല, കുറച്ച് ഭേദമായിട്ടുണ്ട്. അയ്യോ, ഒരു കുഴപ്പമില്ലേ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? ഡോക്ടറെ നേരത്തെ പറഞ്ഞൊരു മിറാക്കിൾ സംഭവിച്ചു. ഞാൻ അതുകൊണ്ട് അവരെ ബന്ധുക്കടുത്തെല്ലാം വിളിച്ചു പറഞ്ഞു. മേനോൻ സാർ ഇളവാളവാസം ചത്ത് വാങ്ങാൻ പോണെന്ന് ഞാൻ അടുത്ത് വിളിച്ച് പറഞ്ഞത്. എന്റെ സാറേ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. സാറിന് ശകലം ഭേദമായെന്നാ ഞാൻ പറഞ്ഞത്. അത് മാത്രമാണോ? കുഴിയെടുക്കാൻ ആള് നിർത്തിയപ്പോ കുഴിയെടുത്ത് തീരാറായി. അറിയാമോ, പന്തലേറ് വന്ന് എല്ലാവരും ഇവിടെ വന്ന്. അത് മാത്രമല്ല, അമേരിക്കയിൽ അങ്ങനെ കോടീശ്വരനെ പുറത്ത് ഫ്ലൈറ്റ് ചാർജ് ചെയ്താണ് വരുന്നത്. അറിയാമോ? എന്റെ സാറേ, ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. ഞാനിത് എന്ത് ചെയ്യും? ഞാൻ ആരും എന്ത് മറുപടി പറയുന്നത്? ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചു പോയി എന്ന് പറയാനുള്ള എത്തിക്സ് സമ്മതിക്കത്തില്ല. ഒരു 2500 കൊടുത്താ പുള്ളി സമ്മതിക്കൂ. ലത്തീഫ്. എന്റെ പൊന്നു സാറേ, സാർ എന്തോത്തിന് അവരെയൊക്കെ വിളിച്ചു വരുത്താൻ പോയത്? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇത് വിളിച്ച് പറഞ്ഞു പോയില്ല അവിടെ അടുത്ത്. സത്യത്തിൽ നിങ്ങൾ LLB എടുത്തിട്ടുണ്ടോ? എന്റെ അമ്മച്ചിയാണ്. ഞാൻ ആരും ഒരു വക ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെയാണ് എന്നെ കള്ളാന്നല്ലേ വിളിക്കുള്ളൂ. വക്കീൽ ആർക്കും വിളിക്കൂ. ഇനി അങ്ങനെ മോഹം ഞാൻ എന്ത് മറുപടി പറയും? ഒന്നും എനിക്കറിയത്തില്ല. അതൊക്കെ സാറിന് ഉത്തരവാദിത്വം. ഞാൻ അങ്ങനെ ഒന്നും ഞാൻ എന്ത് പറയും മറുപടി? എനിക്കൊന്നും അറിയാൻ വയ്യേ. ഇല്ല, ഈ വീടിന് എന്തൊക്കെ കുഴപ്പമുണ്ടെന്നല്ലേ സാറ് നേരത്തെ പറഞ്ഞു? എന്ത് വരുന്നതൊക്കെ വീടിന് കുഴപ്പമെന്നാ? ഈ വീടിന് വേറൊരു കുഴപ്പമുണ്ട്. 2.5 ഏക്കർ പെരയിടത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. അറിയാമോ? ഈ വീട് എയർപോർട്ടുകാർ പൊന്നും വില കൊടുക്കാന്ന് പറഞ്ഞ് ഈ മേനോൻ സാർ കൊടുത്തില്ല. ഈ വീട് നല്ല ഒന്നാന്തരം വീടല്ലയോ? അത് എന്തോ കാര്യത്തിന് കൊടുക്കുന്ന വീടിന് എന്തോ കുഴപ്പം? എന്തോ കുഴപ്പമെന്നാ ഞാൻ പറഞ്ഞുതരാം. ഈ വീടിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതുവഴി അതാണ് കാര്യം, വേറെ വിഷയമൊന്നും അല്ല. ഞാനൊന്നും കേട്ടില്ല. ഒന്നും കേട്ടില്ലേ? ഇതാണ് സംഭവം. ഈ പ്ലേറ്റ് 5 മിനിറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സാറേ, എന്തുവാന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല. നിങ്ങൾ അങ്ങനെ മിറാക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണോ എനിക്ക് തെറ്റിദ്ധാരണ വന്ന് അവരെയൊക്കെ പറഞ്ഞയച്ചു? വിവരമില്ലെന്ന് ഞാൻ കരുതിയോ? എന്ത് ചെയ്യുന്ന അമേരിക്ക കണ്ടാ? ഫ്ലൈറ്റ് മാത്രമല്ല, ട്രെയിനിലൂടെ കയറ്റി ഇറക്കാനുള്ള പരിപാടിയാണോ അവന്മാര്? അതല്ല അമേരിക്ക. അല്ല അങ്ങനെയല്ല. പപ്പയോട് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ വക്കീൽ സാറേ, ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. പപ്പയുടെ പേരിൽ ഫേസ്ബുക്കിൽ റോസാപ്പൂവിന്റെ പടം വെച്ചൊരു അക്കൗണ്ട് എടുത്തിട്ട് വേലക്കാരിയായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് പപ്പ. ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് പപ്പ. ഞാൻ മാത്രമല്ല, പപ്പയുടെ കോട്ടെടുത്ത് പാതിരാത്രി വേലക്കാരിയുടെ വാങ്ങിച്ചത് തട്ടി പപ്പ. ഞാൻ പപ്പ നിന്നെ ഞാൻ കൊല്ലോടാ. എക്സ്ക്യൂസ് മീ, അമേരിക്കയിലേക്ക് ഒരു കോൾ വിളിച്ചാരാ? ഞാനാ. കയ്യൊന്ന് നീട്ടിയേ. 1.5 ലക്ഷം രൂപയാ. അതെ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഞാൻ ഇവിടെ വന്നേ. ജീവിച്ചിരിക്കുന്ന എന്റെ പപ്പൻ മരിച്ചെന്ന് പറയേണ്ട കാര്യം എന്തോ? ജീവിച്ചിരിക്കുന്ന പപ്പൻ മരിച്ചെന്ന് പറയേണ്ട കാര്യം എന്തോ? എന്റെ ബിസിനസ് അല്ലേ അവിടെ ഡിലേ ആയത്? നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? എന്റെ ബിസിനസ് ഡിലേ? അല്ല, സാറിനോട് എന്തോ ബിസിനസ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. സ്റ്റാച്യു എന്റെ വീടിന്റെ അടുത്തല്ലേ? സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുമ്പോൾ സ്റ്റാച്യു അടിക്കുന്ന പൊടിച്ചെന്നാ ഞാൻ കേട്ടോട്ടെ സാറേ. അല്ല, അതിന്റെ നിർമ്മാണ കമ്പനിയാണോ സാറിന്റെ കമ്പനി? നിർമ്മാണ കമ്പനി അല്ല. ഇതിന്റെ താഴെ 40 ഉദ്യോഗസ്ഥരുണ്ട് എന്റെ കമ്പനിയിൽ. 40 ഉദ്യോഗസ്ഥർ. അറിയാവോ? 40 പേരുണ്ടോ? ഉദ്യോഗസ്ഥർക്ക് എന്താ ജോലി? ഈ സ്റ്റാച്യൂല് കാക്കയടിക്കുന്ന 40 ഉദ്യോഗസ്ഥരാണല്ലേ. അല്ല, അപ്പൊ സാറിന് എന്താ ജോലി? എനിക്ക് കാക്കയടിക്കാൻ പറ്റുമോ? ഞാൻ മാനേജർ അല്ലേ. തെറ്റാലിക്ക് കീച്ച് ഞാൻ. അയ്യോ, അങ്ങനത്തെ അല്ല സാറേ, ഞാൻ പറഞ്ഞതേ വേറൊന്നുമല്ല. എന്ത് സാർ, ഇത് എന്റെ മിസ്റ്റേക്ക് അല്ല. എന്ത് മിസ്റ്റേക്ക്? ഞാൻ മിറാക്കിൾ സംഭവിച്ചു റിപ്പോർട്ട് ചെയ്യാത്തത് അതല്ലേ പുള്ളി വിളിച്ച് പറഞ്ഞത്? ഞാൻ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. ഇത് കേട്ടതിന്റെ കുഴപ്പമാ. ഇപ്പൊ സാർ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. അദ്ദേഹത്തിന് അങ്ങനെ പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു ന്യൂറോപ്പതിയെ കാണണം. എന്തിന് 100 പൊതിയാക്കണം? 1000 പൊതിക്കുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കുണ്ട്. പിന്നെ അതിന് 100 പൊതിയിലാക്കണം. ഇദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ തരൂലേ? ഞാൻ പറയില്ല. നാടൻ ഊട് വേണോ അതോ ബിരിയാണി വേണോ? എത്ര പൊതി വേണം പറ. അതല്ല ഞാൻ പറഞ്ഞത്. ഞരമ്പ് വിദഗ്ധരെ കാണണമെന്ന്. ഞരമ്പിന് പ്രശ്നമുണ്ടെന്ന്. എന്തിന് ഞരമ്പ് വിദഗ്ധരെ കാണിക്കണം? അകത്ത് കിടക്കുന്ന 1-ാം തരം ഞരമ്പ് വിദഗ്ധരാണ്. അറിയാമോ? ഈ അമ്മമ്മമാര് റൗക്കയില് മെറ്റല് കെട്ടി അടിച്ചിട്ടുണ്ട് അകത്ത് കിടക്കുന്ന ആളിനെ. പിന്നെന്തോന്ന് വിദഗ്ധത? എന്റെ പൊന്നു സാറേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അതായത് ഇദ്ദേഹത്തിന് അതൊക്കെ ഈ മെഡിക്കൽ ടേംസിലുള്ള കുറച്ച് വാക്കുകളാണ്. ഇപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളല്ലേ, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്തൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം? കോടീശ്വര പുത്രല്ലേ ഇരിക്കുന്നത്. നമുക്കൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് തന്നെ കാണിക്കണം. പൈസ വേണോ? സാമ്പത്തികം മുടക്കാം. വലിയ ആൾക്കാർ സിനിമാക്കാർ വരട്ടെ. അല്ലെങ്കിൽ അല്ലാതെ പിന്നെ അത് വിഷയമില്ല. കാണിക്കേണ്ട കാര്യം എന്തോ മനസ്സിലാക്കട്ടെ സാറേ. ഇതെന്തോ പപ്പയ്ക്ക 3 നേരം കൊത്തിയരിഞ്ഞ് ചൂടുവെള്ളത്തിൽ കലക്കി തിന്നേണ്ട കാര്യം? 2 പേർ കൂടെ ഒറ്റ മരുന്ന് മതി. ക്രിമികടി അങ്ങോട്ട് മാറട്ടെ.
സാർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പോട്ടെ. ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം? പിന്നെ ഞാൻ ഡോക്ടർ. എങ്ങനെയാ, സിംഗിൾ ആണോ? സിംഗിളാ. ഞാനും സിംഗിളാ കേട്ടോ. ഞാനും സിംഗിളാണ്. എന്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒറ്റ റൂമിലാ. എനിക്ക് വണ്ടി അതുപോലെ തന്നെ ഫാമിലിക്ക് പോകാനുള്ള വണ്ടിയുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാ. അങ്ങനെ ഡോക്ടേഴ്സിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് അവിടെ. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഡോക്ടറെ ബുദ്ധിമുട്ടിക്കുന്നു. നമുക്ക് അവിടെ തന്നെ റൂമിൽ താമസിച്ചൂടെ? നമുക്ക് എങ്ങനെ നമുക്ക് ഒരു റൂമിൽ താമസിച്ചൂടെ? നെമ്മിന് വേണ്ടി ചൂണ്ടയിട്ടപ്പോ ഓമാൻ ചാളയാണല്ലോ അടിക്കുന്നത്. പിന്നെ ബാക്കി എങ്ങനെ അച്ഛന്റെ കാര്യം തീരുമാനാവോ? ഈ ആൾ സത്യത്തിൽ ഒരു വക്കീൽ തന്നെ ആണോ സാർ? എനിക്ക് സംശയമുണ്ട്. ഞാൻ വക്കീലാണോ എന്നാ? എന്റെ വാദം കേട്ടോ ലോകം ഞെട്ടിയിട്ടുണ്ട്. ജസ്റ്റിസ് എം പി മേനോനെ മാറ്റി അങ്ങേര് കള്ളക്കേസിൽ കുടുക്കി പവിത്ര മുതലാളി. സിറ്റിങ്ങിന് 1 ലക്ഷം രൂപയാണ് ഞാൻ വാദിച്ചത്. ഇറങ്ങിക്കൊണ്ടു നരസിംഹം 4K ഇതൊക്കെ പറഞ്ഞ ഇവിടെ കയറിയത് വക്കീലാണെന്ന് പറഞ്ഞു. നരസിംഹം 4K ഇറങ്ങി. നിങ്ങളെ 4K അങ്ങോട്ട് അയാൾ വിളിച്ചത്. മാറിയിരിക്കും അങ്ങോട്ട് സാറേ. അതെ, സാറ് ഇത്രയും വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരാളായതുകൊണ്ടും ടെൻഷൻ അടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കത് പറഞ്ഞേ പറ്റും. സെറിബെല്ലത്തിന് ബ്ലോക്ക് ഉണ്ട്. ഇത് മാത്രമാണ് ഇത്ര വലിയ വിഷയം? തിരുവല്ലയിലെ ബ്ലോക്ക് മാത്രമാണ് വിഷയം. ഇടപ്പള്ളിയും വൈറ്റിലെയും ബ്ലോക്ക് അല്ലേ? അതൊന്നും ഒരു വിഷയമില്ല. തിരുവല്ലയിലെ ബ്ലോക്ക് മാത്രമാണ് വിഷയം. അച്ഛന്റെ പ്രശ്നത്തിന് തിരുവല്ലയിലെ ബ്ലോക്കിന്റെ കാര്യമല്ല പറഞ്ഞത്. സാർ സെറിബെല്ലത്തിന് ബ്ലോക്ക് ഉണ്ട്. ഒരു വിദഗ്ധ ഡോക്ടർ ചികിത്സിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് റിപ്പോർട്ട് തന്നിരിക്കുവാണ്. സാർ ഇത് കേൾക്കണം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് സെറിബെല്ലത്തിന്റെ ട്യൂബ് വഴി ന്യൂക്ലിയർ പമ്പ് ചെയ്യുമ്പോൾ ദുംഗമനം വഴി ന്യൂക്ലിയർ സെല്ലിൽ വന്നടിക്കുന്ന തുക്കളനമാണ് അച്ഛന്റെ അവസ്ഥ. ചേടാ, ഒരു ചുട്ടിത്തോർത്ത് കൊടുത്ത് കുറ്റിപീടിയും വരച്ച് ചെന്നപ്പോഴത്തേക്ക് ഇത്രയും സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലേ. എന്റെ ഭഗവാനെ, ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് സംഭവം? എന്താ വലത് ഞരമ്പിന് പെടച്ചിലുണ്ട്. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാ പോരെ. തുക്കളെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള ഡോക്ടർ അങ്ങനെ പറഞ്ഞു തന്നേക്കുന്നത് ആണല്ലേ. ഈ നമ്മളെ മേനോൻ സാറേ പേടിക്കില്ലെന്ന് കണ്ട പറഞ്ഞിട്ടുണ്ട്. പേടിച്ചങ്ങനെ അസുഖം കണ്ട വന്നെന്ന് പറയുന്നത് അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സാർ. അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ടെൻഷനുകൾ വരാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുർവേദത്തിൽ കാണിക്കണമെന്ന് ഇങ്ങനെ പറയുന്നത്. ആയുർവേദത്തിൽ കാണിക്കണമെങ്കിൽ അവിടെ പടി വെക്കേണ്ടി വരും. എന്തിനാണ് പടിയിൽ വെക്കണത്? ഇത്രയും കാശുള്ള ആളല്ലേ, അകത്ത് കയറ്റി ചികിത്സിക്കാൻ നോക്കണം. പടിയിൽ വെക്കേണ്ട കാര്യം. പടിയിൽ വെക്കുന്നത് അങ്ങനെയല്ല. നട്ടല് നൂരാൻ വേണ്ടി ഈ പടിയായിട്ട് തടി വെക്കും. അങ്ങനെ നട്ടല് നോക്കും. അതാണ് പടിവെപ്പ്. ഓ അങ്ങനെ. എന്റെ പൊന്ന് സാറെ, ആയുർവേദത്തിൽ കാണിക്കരുത്. ആയുർവേദം എന്നൊക്കെ പറഞ്ഞ പത്തിയുള്ള കാര്യമാ. ഈ പദ്യം സാറിന് മേനോൻ സാർ അറിഞ്ഞൂടാ. എനിക്ക് വേണം ഞാൻ ഒരു കവിത പാടാം. 12 മക്കളെ പെറ്റുരമ്മി, എന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീന്തി നീന്തി. ഇവിടുത്തെ കറണ്ടൊന്നും തികയിരുന്നു ഇത്. അല്ല, ഞാൻ പറഞ്ഞത് പത്തിയൊന്നും ഉദ്ദേശിച്ചതേ ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് നോക്കുന്ന ആള് കഴിക്കാമോ? കഴിക്കാം. അപ്പൊ പിന്നെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മള് ഇത് കാക്ക അടിച്ചുണ്ടാക്കുന്ന കാശാണ്. കാക്കപ്പിറാക്ക് കിട്ടിയാ തീരൂല. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെന്ത് ചെയ്യാം? നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിന് ടെൻഷൻ കൊടുക്കരുത്. ദൈവത്തെ ഓർത്ത്. ആര് പറഞ്ഞു ടെൻഷൻ അടിച്ചെന്ന്? നിഴല് പോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആരും ജംഗ്ഷനിട്ട് അടിക്കൂല. അടിച്ചാൽ ഞാൻ ചോദിക്കും. സാറേ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ച് സമാധാനം കൊടുക്കണം. ആഹാര കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണോന്നാ ഞാൻ പറഞ്ഞത്. ആഹാര കാര്യത്തിലെല്ലാം നിയന്ത്രണം കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരും നോക്കണ്ട. എന്റെ പപ്പയെ ഞാൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ഞാൻ ചികിത്സിപ്പിച്ചോളാം. നിങ്ങൾ ആരും നോക്കേണ്ട കാര്യമില്ല. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എന്റെ പപ്പയെ ഞാൻ കൊണ്ടുപോകും. സംഭവം തീർന്നില്ല. ഇത്ര വർഷം ഞാനല്ലേ നോക്കിയത്. അല്ല, അങ്ങനെ ഞാൻ പറയട്ടെ സാറേ, എനിക്കൊരു കാര്യം പറയാം. എന്താ പറയാനുള്ളത്? നമ്മുടെ എത്തിക്സിന് നിരക്കാത്തതാ. എന്നാലും അതാണ് എത്തിച്ചാടി വന്നേ. അല്ല, ഇത്രയും വർഷമായി ഞാനല്ലേ ഈ സാറിനെ നോക്കിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ ട്രീറ്റ്മെന്റിന്റെ കാര്യം അറിയാവുന്നത് എനിക്കാ. സാറിന്റെ കൂടെ ഞാനും വരട്ടെ. ഓക്കെ, മേഡം വരുന്നുണ്ട്, കുഴപ്പമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഈ മേനോൻ സാറിനെ കുളിപ്പിക്കുന്നതൊക്കെ ഞാനാണ്. ഞാൻ കൊടുത്താലേ ആഹാരം കഴിക്കും. എനിക്ക് അവിടെ വന്നേ പറ്റും അമേരിക്ക. അപ്പൊ രണ്ടുപേർക്കും വന്നേ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേരും പാസ്പോർട്ടിന്റെ കോപ്പി എന്റെ വാട്സാപ്പിലേക്ക് അയച്ചു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഫ്രണ്ടിൽ 40 ഉദ്യോഗസ്ഥരാണ് കാക്ക അടിക്കാൻ നിൽക്കുന്നത്. ഇനി മുതൽ 40 അല്ല 42 പേരാണ് കാക്ക അടിക്കാൻ നിൽക്കുന്നത്. അതെ, 2 പേരും തെറ്റാലിയും കൂടെ എടുത്തേക്കണം അവിടെ നിന്ന്.